രാജ്യത്ത് സമുദ്രത്തിലേക്ക് എല്ലാ ആയുധങ്ങളുമായി പാരാജമ്പ് നടത്താൻ കഴിവുള്ള ഏക സ്പെഷ്യൽ ഫോഴ്സും മാർക്കോസ് മാത്രമാണ്. ഏതാണ്ട് 3.5 വർഷത്തിലധികം നീളുന്ന കൊടും പരിശീലനം, അതിനുശേഷം മുടക്കമില്ലാതെ ദൈനംദിന പരിശീലനം. ഏത് പോരാട്ട മേഖലയിലും എതിരാളി ആരായിരുന്നാലും തകർത്ത് തരിപ്പണമാക്കാനുള്ള മനുഷ്യയന്ത്രമായി മാർക്കോസ് മാറും. 8 പേരടങ്ങുന്ന പ്രഹാർ ടീമായി മാറുന്നതോടെ ലോകത്തെ ഏറ്റവും അപകടകാരികളായ കമാൻഡോ ടീം യുദ്ധസന്നദ്ധമാകും. ആധുനിക ആയുധങ്ങളാണ് മാർക്കോസ് ഉപയോഗിക്കുന്നത്. വെള്ളത്തിനടിയിൽ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന റഷ്യൻ നിർമ്മിത APS അണ്ടർ വാട്ടർ അസോൾട്ട് റൈഫിൾ, ഇസ്രായേൽ നിർമ്മിത ടവർ അസോൾട്ട് റൈഫിൾ, M92 ഓട്ടോമാറ്റിക് പിസ്റ്റൾ, ബ്രൗണിംഗ് ഹൈ പവർ പിസ്റ്റൾ, കാൾ ഗുസ്താവ് റീകോയിലെസ് റൈഫിൾ, AK-103 അസോൾട്ട് റൈഫിൾ, ഹെക്ലർ കോഷ് സബ് മെഷീൻ ഗൺ, IWI ഗലീൽ സ്നൈപ്പർ, നെഗേവ് ലൈറ്റ് മെഷീൻ ഗൺ തുടങ്ങി വിവിധങ്ങളായ ആയുധങ്ങളാണ് മാർക്കോസിന്റെ കരുത്ത്. രൂപീകരിച്ച് 1 വർഷമാകുന്നതിന് മുൻപ് തന്നെ 55 രഹസ്യ ഓപ്പറേഷനുകളാണ് മാർക്കോസ് നടത്തിയത്. ഇന്ത്യൻ സമാധാന സേനയുടെ ഓപ്പറേഷൻ പവന്റെ ഭാഗമായി 1987 ജാഫ്നയിലെ LTTE ഹാർബർ ആക്രമിച്ച് നശിപ്പിച്ചത് മാർക്കോസ് ആയിരുന്നു. 12 കിലോമീറ്റർ കടലിലൂടെ നീന്തിയാണ് കമാൻഡോകൾ ഓപ്പറേഷൻ നടത്തിയത്. ദൗത്യം വിജയകരമാക്കി തിരിച്ചു നീന്തിയ കമാൻഡോകൾക്കെതിരെ വെടിവെപ്പുണ്ടായെങ്കിലും ഒരാളെപ്പോലും നഷ്ടപ്പെടുത്താതെ സംഘം തിരിച്ചെത്തി.